ഏത് കടുത്ത പ്രതിസന്ധിയിലും ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് സംഭവിക്കാറുണ്ട്. സങ്കടകരമാണ്. അത് ചർച്ചക്കെടുക്കൽ അതിലും സങ്കടകരമാണ്. അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറലും മാറ്റലും അങ്ങേയറ്റം വേദനയുമാണ്. ആ തലസ്ഥാന നഗരിയിൽ ജനകീയനായ ഒരു നേതാവ്, ഒരു ആത്മാഭിമാനി, ഗതികെട്ട് സ്വന്തം ഓഫീസിൽ കൊലക്കയറെടുത്ത് 40 വർഷങ്ങൾ നീണ്ടൊരു സംഘരാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഉയരുന്നത് ജീവന്റെ വിലയുള്ള ചോദ്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നിറഞ്ഞ കണ്ണുനീര് കൊണ്ട്, വിറയ്ക്കുന്ന കൈകൾ കൊണ്ടൊരു ചാവു സാക്ഷ്യം കുറിക്കേണ്ടി വരുന്ന അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആറ്റുനോറ്റ് വളർത്തി കണ്ടു കൊതിമാറാത്ത സ്വന്തം മക്കളെ, കുടുംബത്തെ, വേണ്ടപ്പെട്ടതൊക്കെ വേണ്ട എന്ന് വെച്ച് ജീവിതം തീർക്കാൻ തീരുമാനിച്ച ഒരുത്തന്റെ അവസാന അക്ഷരങ്ങൾ അവന്റെ സത്യസാക്ഷ്യമാണ്. കള്ളത്തിന്റെ ലാഞ്ചനയില്ലാതെ അങ്ങനെ ആത്മാവിൽ ജീവരക്തം മണക്കുന്ന ഒരു മരണസാക്ഷ്യത്തിൽ RSSകാരനായി തുടങ്ങി BJPക്കാരനായി അടിത്തട്ട് രാഷ്ട്രീയത്തിൽ 40 വർഷങ്ങൾ ഒരു മനുഷ്യന്റെ വഞ്ചനയിൽ വേദനിച്ച വിലാപങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പ്. ആരോരുമില്ലാത്തവന്റെ നിസ്സഹായത നിലവിളി. അവസാന മണിക്കൂറുകളിലെ അക്ഷരങ്ങളിൽ ആ നേതാവ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആ കൊലയ്ക്ക് കൊടുക്കലിന്റെ, ഒറ്റപ്പെടുത്തലിന്റെ കാരണങ്ങൾ അക്ഷരം തെറ്റാതെ വിളിക്കണം. ദയാരഹിത വഞ്ചന. നമ്മുടെ ആളുകളെ സഹായിച്ചതാണ്. ആ വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ ഉരുണ്ടുകളിച്ചതാണ്. ഒറ്റപ്പെട്ട് തോറ്റുപോയതാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞടക്കം 2 പെൺമക്കളുടെ അപ്പൻ കൊലക്കയറെടുക്കുന്നതിന് തൊട്ടു മുൻപ് ആത്മഹത്യാക്കുറിപ്പിൽ ഇപ്പോഴുമുണ്ട് സാറേ ജീവന്റെ ഗന്ധം. ആരെങ്കിലും ഒരു കൈ സഹായത്തിനുണ്ടാകുമെന്നൊരു വല്ലാത്ത പ്രത്യാശ. BJP എന്നൊരു വാക്കില്ലല്ലോ. ഈ നമ്മുടെ ആളുകൾ എന്ന് പറയുന്ന ആരാ എന്നൊരു ജിക്സോ പസിൽ കളിക്കുന്ന ലാഘവത്തിൽ ചിരിക്കുന്നുണ്ടൊരു നേതാവ്. കേവലം 18ാം വയസ്സിൽ RSSകാരനായി തുടങ്ങി ഹിന്ദു ഐക്യവേദി അടക്കം സംഘരാഷ്ട്രീയ വഴിയിലോ മാത്രം 4 പതിറ്റാണ്ടുകൾ സഞ്ചരിച്ചൊരു അടിത്തട്ടുകാരൻ BJP നേതാവിന്റെ പട്ടടയിലെ തീയടങ്ങും മുൻപ് ചോദ്യം: മുരളീധര, മര്യാദകേടാണ്, മനസാക്ഷി വിരുദ്ധമാണ്. എന്നിട്ടും ഇല്ലാ കഥകളും വ്യാജങ്ങളും പറഞ്ഞ് CPMന്റെയും പോലീസിന്റെയും മണ്ടയ്ക്ക മരണം വെച്ചുകെട്ടി ഏതോ ഗൂഢാലോചന ആരോപിച്ച് രാഷ്ട്രീയ മാർച്ച് നടത്താൻ BJPക്കാരെ ഉളുപ്പുണ്ടോ? ചില്ലറ തൊലിക്കട്ടി മതിയോ? ആ പാർട്ടി അധ്യക്ഷന്റെ പോസ്റ്റിന് ധാർമ്മിക രോഷക്കാർ, ആ മരണത്തിന് കാരണം BJP ആണെന്ന് പറയുന്നവർ CPMോ കോൺഗ്രസോ അല്ല. വോട്ടിന് വേണ്ടി ക്രൈസ്തവ സുഖിപ്പിക്കൽ വിചാരധാര വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന RSSകാർ അടക്കമാണ്. പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാവുന്ന കാര്യം. മുഖാമുഖം ചോദിച്ചാൽ ആ മെതിയടിയിട്ട മാധവൻ തമ്പി കണക്കെ അധ്യക്ഷൻ രോഷം കൊണ്ടങ്ങ് വിറക്കലാണ്, ഹാലളക്കം. വീട്ടിലെ ജോലിക്കാരെന്ന മട്ടിലാണ്, നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് വായിൽ തോന്നിയ പറച്ചിൽ. ഈ ജനാധിപത്യ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ അത് കേൾക്കാം. അല്ലാതെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അഹങ്കാരത്തിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ മുതലാളിയുടെ ദന്തഗോപുര രാഷ്ട്രമാണെങ്കിൽ വിരട്ട് 4 മടക്കണം. സാറേ, രാജാവേ, രാജീവ് ചന്ദ്രശേഖര, പോയി പണി നോക്ക്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, അവിടെ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടോ? ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ശ്രീ ജെക്സി തോമസ്, ശ്രീ RV രാജേഷ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ ജോർജ് പൊടിപ്പാറ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ഷാബുവിലേക്ക് പോകുന്നു. ശ്രീ ഷാബു പ്രസാദ് ഒരു നേതാവ്, BJP നേതാവാണ്. കേവലം BJP നേതാവല്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ BJPയിലേക്ക് വരും പോലെ വന്ന ആളുമല്ല. RSSകാരനായി തുടങ്ങി ആ സംഘരാഷ്ട്രീയ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് അവിടെ ഇപ്പം എൻ്റെയൊക്കെ ഒരുപാട് വർഷത്തെ അടുത്ത ബന്ധമാണ്, അടുത്ത സൗഹൃദമാണ്. ഒരു പാവ മനുഷ്യൻ, സാത്വികനാണ്, ആത്മാഭിമാനിയാണ്. ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും BJP നേതാക്കൾ ഈ വർത്താനം പറയാമോ? ശ്രീ ഷാബു പ്രസാദ്. ഹാഷ്മി, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരുമെല്ലാം വളരെ ജീവിതത്തിലെ വളരെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ, അടുപ്പമുള്ളവർ, സുഹൃത്തുക്കൾ മരിച്ചു കിടക്കുമ്പോഴുള്ള പ്രത്യേക മാനസികാവസ്ഥയിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുണ്ടാവും. മനുഷ്യൻ അങ്ങനെയാണ്, നമുക്കറിയാം. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന, ഒപ്പം ചിരിച്ചു വർത്തമാനം പറഞ്ഞ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴുള്ള നമ്മുടെ മനുഷ്യൻ്റെ അതൊരു നോർമലായ മാനസികാവസ്ഥയല്ല. ആ സമയത്ത് മനുഷ്യന് നോർമലായിട്ട് പെരുമാറാൻ ബുദ്ധിമുട്ടാണ് പൊതുവെ. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ ദുഷ്ടലോക്കോടുകൂടിയുള്ള ചോദ്യങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ നോർമലായിട്ട് ബിഹേവ് ചെയ്യില്ല. അത് ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി, ഇനി നരേന്ദ്രമോദി ആയാൽ പോലും ശരി. അത് മനസ്സിലാക്കാനുള്ള ഒരു കേവല മര്യാദ മാധ്യമങ്ങൾക്ക് ഉണ്ടാവണം.
ശിവപ്രസാദ്, അത് അവിടെ ഞാൻ ഉണ്ടായില്ല. തുടക്കത്തിൽ ഇടപെടുന്നതല്ല. വളരെ നിർഭാഗ്യകരമായ ഇല്ലല്ല, ഞാൻ തുടക്കത്തിൽ ഇടപെടുന്നതല്ല. ഈ ആത്മഹത്യയെക്കുറിച്ച് പുറത്തു വരുമ്പോൾ നമ്മുടെ ആളുകൾക്ക് കൊടുത്ത കഥ പറയുന്നുണ്ട് പാവം പിടിച്ച മനുഷ്യൻ. നമ്മുടെ ആളുകൾ തിരിച്ചടയ്ക്കാത്തതിൻ്റെയും നമ്മുടെ ആളുകൾ ഈ പറയുന്ന കാലാവധി കഴിഞ്ഞിട്ട് ഒന്നും അടയ്ക്കാത്തതിൻ്റെയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ RSSൽ തുടങ്ങി BJPക്കാരനായി ഇപ്പോൾ BJPയുടെ ഓഫീസ് ബെയറായി മാത്രം 18 വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് ആ മനുഷ്യൻ. നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് CPM-ഉം കോൺഗ്രസും എല്ലാം എല്ലാവർക്കും അറിയാം. അത് BJPക്കാർ തന്നെയാണെന്ന് BJPക്കാർക്ക് നല്ലവണ്ണം അറിയാം. അത് ബോധ്യപ്പെടുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിനടിയിൽ പോലുള്ള കമൻസ് പോയി വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ടും എന്തിനാണെന്ന് ഈ നിരുത്തരവാദപരമായി മരിച്ചുപോയ മനുഷ്യനെ പോലും ചേർത്തു പിടിക്കാൻ കഴിയില്ല, മരിച്ചു കഴിഞ്ഞാലും ഒറ്റപ്പെടുത്തി നിർത്തും എന്ന വാശി എന്തിനാണ്? അതിൽ നിന്നാണല്ലോ ഈ അഹങ്കാരവും ധാർഷ്ട്യവും വരുന്നത്. ശ്രീ ഷാവു പ്രസാദ്, അതല്ല താങ്കൾ പറയുന്ന പോലെ മരണവീട്ടിലല്ല, അദ്ദേഹം മരണവീട്ടിൽ നേരെ ശിവഗിരി പോയി എല്ലാ രാഷ്ട്രീയം പറഞ്ഞതിന് ശേഷമാണ് ചിരിച്ച മുഖത്തോടെ രാഷ്ട്രീയം മൊത്തം പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം ഉണ്ടാവുന്നതും അദ്ദേഹം ചൂടാവുന്നതും. അതുകൊണ്ട് അങ്ങ് വല്ലാതെ പൊള്ളി വേദനിച്ച് നിൽക്കായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. ഓരോ മനുഷ്യരുടെ ഓരോ സമയത്തെ മാനസികാവസ്ഥയും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് വായിച്ചെടുക്കാനുള്ള അത്ര വലിയ മനഃശാസ്ത്ര വൈദഗ്ധ്യം ഹാഷ്മിക്കുണ്ടെങ്കിൽ അവരവരുടെ സൗകര്യമുണ്ടെങ്കിൽ ആയിക്കോ. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, എനിക്ക് ബോധ്യമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് താങ്കൾക്കോ ഇവിടെ ഇരിക്കുന്നവർക്കോ ബോധ്യപ്പെട്ടുകൊള്ളണം എന്നെനിക്കൊരു നിർബന്ധവുമില്ല. ഞാൻ തന്നെ കഴിയുന്നത്ര എന്നെ വിളിച്ചപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ ഇത് പറയാനും ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ വന്നതാണ്. അതുകൊണ്ട് മാത്രം കാര്യം ഇത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കാര്യം അതുകൊണ്ടാണ് ചിലപ്പം അവർക്കും BJPയുടെ ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെയും ചിലപ്പോൾ വാക്കുകൾ ചിലപ്പോൾ കൈവിട്ടു പോയി എന്ന് വരും. അതുകൊണ്ടാവും അവർ അങ്ങനൊരു സന്ദർഭം കഴിയുന്നത്ര അവർ വേണ്ടാന്ന് വെച്ചത്. ഞാനും അജാസിനോട് ചോദിച്ചാൽ മതി, മാക്സിമം ഞാൻ ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പം വേണമല്ലോ, ഇതും പറയാനും ആരെങ്കിലും വേണമല്ലോ എന്ന് കരുതി വന്നതാണ്. ഈ മനുഷ്യന് ഈ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ കയ്യിലുണ്ടായിരുന്നതെല്ലാം അതുവരെ നേടിയെടുത്ത കമ്മിറ്റ്മെൻറ്റോടുകൂടി സമൂഹത്തിൽ പ്രവർത്തിച്ച് നേടിയെടുത്ത ആ ഒരു ക്രെഡിബിലിറ്റിയും വിശ്വാസ്യതയും ആ ഒരു സ്ഥാനവുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി പോകുമോ? അവിടെ തിരുവനന്തപുരത്ത് തന്നെ പലയിടത്തും നടന്ന ഈ സഹകരണ സംഘങ്ങളിലെ ടോപ്പിലിരുന്നവർ പലരും ആത്മഹത്യ ചെയ്യേണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നാണം കെട്ട് പോകേണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അതായത് ഒരു പക്ഷേ ഇനി അതായത് കൈകാര്യം ചെയ്യാവുന്നതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പാർട്ടി അത് ഏറ്റെടുത്തിരുന്നു. പാർട്ടി അതിൻ്റെ മീറ്റിംഗ് BJP നടത്തിയിരുന്നു. ലോൺ തിരിച്ചടയ്ക്കാനുള്ളവരെ നേരിട്ട് കണ്ട് ഫോളോ അപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ വലിയ ഇതായതുകൊണ്ട് ഒരു സുപ്രഭാതത്തിലൊന്നും നടക്കില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന ചില സമയത്ത് നമ്മളെ വല്ലാണ്ടങ്ങ് തിന്നു കളയുന്ന ഒരു രോഗമായിട്ട് മാറും ചിലപ്പം മനുഷ്യൻ്റെ മനസ്സിൽ. ഈ അഭിമാനം എന്ന് പറയുന്ന ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരവസ്ഥയിൽ താനിനി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയത് മുഴുവനും എടുത്തുകൊണ്ട് വേണ്ടി വരുമോ എന്നുള്ള ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിനത് കൈവിട്ടു പോയി. അത് മാത്രമേ പറയാം, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മരിച്ചുപോയവരെ പറ്റി നമ്മൾ പറയരുതെങ്കിലും ഞാൻ പറയാം, അദ്ദേഹം അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലത്തെ പൊതുജീവിതം കൊണ്ട് ആ ഒരു മാനസിക ദാർഢ്യം അദ്ദേഹം പ്രകടിപ്പിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ അത് കഴിഞ്ഞില്ല, അത് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനിയും അദ്ദേഹം പറഞ്ഞ് നമ്മുടെ ആൾക്കാർക്ക് ലോൺ കൊടുത്തു. ഇനിയിപ്പോൾ ആ കത്തിലെ കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെ നമുക്കതൊക്കെ അനുമാനിക്കാനേ കഴിയുള്ളൂ. അദ്ദേഹം ഇന്ന് നമ്മുടെ ഒപ്പമില്ല. അടുപ്പമുള്ളവർ തന്നെ ആയിരിക്കാം. വിശ്വാസത്തിൻ്റെ പേരിൽ ലോൺ കൊടുത്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടാവും. അത് തിരിച്ചടയ്ക്കാനുണ്ടാവും. ഡെപ്പോസിറ്റേഴ്സ് ചോദിച്ചപ്പോൾ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാം കൈവിട്ടു പോകുന്നോ എന്ന ഒരു ദുർബല നിമിഷത്തിൽ ഇനിയിപ്പോൾ നാളെ ഞാനിത് ചെയ്താൽ പോലും നഷ്ടപ്പെട്ട വിശ്വാസ്യത ഇനി തിരിച്ചു വരാൻ വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ ഒരു മനുഷ്യനത് ചെയ്തു. എന്ത് ചെയ്യാൻ കഴിയും? ശരിയാണ്, അത് ചെയ്തു. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ആത്മഹത്യത്തിന് പരിഹാരമല്ല നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷെ സംഭവിക്കുന്നു, അത് ആവർത്തിച്ച് അവർ സംഭവിക്കുന്നു. നമ്മൾ മനുഷ്യന്മാരുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. അത് അവസാനമായി അവർ ആ കത്തിൽ അത് എഴുതി വെച്ചിട്ടാണ് ആ പോക്ക്. നമുക്ക് 2 പെമ്മക്കളാണ് കേട്ടോ. ഒന്ന് ഞാൻ മനസ്സിലാക്കി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളുടെ ബോധ്യമില്ലാത്ത ആളല്ല ഈ പറയുന്ന അടിത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു മനുഷ്യൻ. ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തായാലും ഉണ്ടല്ലോ. ഞാൻ ജെക്സി തോമസ്, ഇവിടെ
ഇവിടെ ഷാവ് പ്രസാദ് പറയലായിരുന്നു ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ ചാടിക്കടിക്കുന്ന രീതിയിലുള്ള പ്രതികരണത്തിന് കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലെ വേദനയാകാം. നമുക്കറിയില്ല, ഉള്ളിൽ വേദന എന്തായാലും ഉണ്ടാവാം. ആ വേദന ബി ജെ പിക്കാർക്ക് ഉണ്ടാവണമല്ലോ. ഉറപ്പായും സി പി എമ്മുകാരെക്കാൾ കൂടുതൽ ബി ജെ പിക്കാർക്ക് ഉണ്ടാവുള്ളൂ. കാര്യം ഈ പറഞ്ഞ തിരുമലാനിൽ എന്ന് പറയുന്ന ആൾ കേവലം ഇന്നലെ മാത്രം ബി ജെ പിയിൽ വന്ന ആളല്ല. സംഘരാഷ്ട്രീയത്തിൽ തന്നെ 18 വയസ്സ് മുതൽ അറസ്റ്റുകാരനായി തുടങ്ങി തിരുവനന്തപുരത്തിന്റെ ഒരു സംഘപരിവാർ മുഖമായി വന്ന ഒരാളാണ്. അദ്ദേഹം മരിച്ച് സംസ്കാരം കഴിയുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു ജില്ലാധ്യക്ഷൻ, അവരുടെ നോർത്തോ ഈസ്റ്റോ എവിടെ ജില്ലാധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. സംസ്കാരം കഴിയുന്നതിന് മുമ്പ് വാർത്താസമ്മേളനം നടത്തി അത് CPM-ന്റെ കാരണമാണ്, പോലീസിന്റെ കാരണമാണെന്ന് പറയുകയാണ്. അവിടെ കൊണ്ട് നിർത്തുന്നുണ്ടോ? വി മുരളീധരൻ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് അത് ആരാ എന്ന് ചോദിക്കുകയാണ്, മാധ്യമങ്ങളെ പരിഹസിക്കുകയാണ്. അവിടെയും തീർന്നോ? ഈ പറഞ്ഞ CPM-ന്റെയും പോലീസിന്റെ കുറ്റമാണെന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ്. എന്തൊരു പരിഹാസ്യതയാണ് ജെ.സി. തോമസ്. അങ്ങയുടെ ഈ ചോദ്യത്തിൻ്റെ ആകത്തലം നമുക്ക് ശരിക്കും അർത്ഥപൂർണമായ നിലയിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ തരത്തിൽ സ്വന്തം കൊടിപിടിച്ച് കൂടെ നടന്ന ഒരാൾ, അതും കേവലമായ ഒരാളല്ല, അങ്ങ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പ്രായപൂർത്തിയായ ഘട്ടം മുതൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തകരായി പല വിധത്തിൽ പ്രവർത്തിച്ച് പല തലങ്ങളിലൂടെ വളർന്ന് ദീർഘകാലം കൗൺസിലറായി, സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഏതാണ്ട് 1.5 പതിറ്റാണ്ടിലധികമായി, ജില്ലാ ജനറൽ സെക്രട്ടറിയായി, ഞാൻ മനസ്സിലാക്കിയത് പുതിയ വിഭജിക്കപ്പെട്ട BJP-യുടെ ജില്ലകളിലെ ഒന്നിലെ പ്രസിഡന്റ് പദവിയോളം എത്താൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ട് പല കാരണങ്ങൾ കൊണ്ടാകാതെ പോയിട്ടുള്ള ഒരു നേതാവായിരുന്നു ഇന്ന് മരണപ്പെട്ടു പോയ ഇദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പറഞ്ഞത് എന്താണ്? ജീവിത പങ്കാളിയുടെ പ്രതികരണം വസ്തുതാപരമായി ഏതെങ്കിലും ഒരു BJP നേതാവ് സത്യസന്ധമായി ഏതെങ്കിലും ഒരു ചർച്ചയിൽ വന്ന് പറഞ്ഞോ? ഈ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നല്ലോ. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരുടെ പ്രതികരണം ഉണ്ടായിരുന്നു, കൊന്നുകളഞ്ഞില്ല എന്നുള്ളതായിരുന്നില്ലേ? 50-56 വർഷമായി കൊടിപിടിച്ച് ഇതിന്റെ ഭാഗമായി നടന്നതുകൊണ്ട് എന്ത് കിട്ടി? ഒടുവിൽ നിങ്ങളെല്ലാവരും ചേർന്ന് കൊന്നുകളഞ്ഞില്ലേ എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമായിരുന്നില്ലേ ആ മരണപ്പെട്ടയാളുടെ ജീവിത പങ്കാളി നടത്തിയിരുന്നത്? ഈ സംസ്ഥാന അധ്യക്ഷൻ തന്നെ CPM-ന്റെ അഭിപ്രായമല്ലല്ലോ, മാധ്യമങ്ങളുടെ അഭിപ്രായമല്ലല്ലോ. 2 ദിവസം മുമ്പ് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ BJP-യുടെ നവമുതലാളിയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് വന്ന് പറഞ്ഞത് എന്താണ്? എന്നെ ഇദ്ദേഹം 2 ദിവസം മുമ്പ് വന്ന് കണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷേമ സുഖ സൗകര്യങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? അതോ സംഘടനാ പ്രവർത്തനത്തിലെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ? കണ്ടിട്ട് എന്താ സംസാരിച്ചത്? എന്താ പറഞ്ഞിരുന്നത്? അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ആ സമയത്തെ പ്രതികരണം എന്തായിരുന്നു എന്ന് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും വിധം 2 പേജുള്ള ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. ആ കുറിപ്പിൽ തന്നെ പറയുന്നു, ഇവിടെ ചർച്ച ചെയ്തതുപോലെ നമ്മുടെ ആളുകൾക്ക് പണം കൊടുത്തിരിക്കുന്നു, പലരും പണം തിരിച്ചടയ്ക്കുന്നില്ല. തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ സ്ഥിരം നിക്ഷേപം നടത്തിയ ഇടപാടുകാരുടെ മുമ്പിൽ, അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എനിക്ക് മറുപടി ഇല്ലാതായിരിക്കുന്നു. ആ വിഷമത്തിലല്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ BJP നേതാക്കന്മാരും പ്രവർത്തകരും ഇദ്ദേഹത്തെ വെച്ച് ഇദ്ദേഹത്തിന്റെ മറവിൽ നടത്തിയ സംഘത്തിൽ നിന്ന് എടുത്താൽ കോടികൾ ലക്ഷങ്ങൾ വായ്പ തിരിച്ചടയ്ക്കാതെ ഇദ്ദേഹം പ്രസിഡന്റായ സംഘത്തിലെ ജനങ്ങളുടെ പണം BJP-ക്കാർ കട്ടുമുടിച്ചു. അത് ചോദിക്കേണ്ട വന്നപ്പോൾ പരിമിതികളോടുകൂടെയെങ്കിലും അന്തസ്സും സത്യസന്ധതയുമുള്ള ഈ മനുഷ്യന് ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ആശ്രയം തേടിയ BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ കൈമലർത്തി കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. ചെയ്യേണ്ടവന്ന ആത്മഹത്യയ്ക്ക് ശേഷം അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം എഴുതിയ കുറിപ്പിലെ ഒരു വാചകം ആങ്കർ നിർബന്ധമായി വായിച്ചിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്കൊല്ല ഒരു നയാ പൈസ പോലും ഈ സംഘത്തിൽപ്പെട്ട ഒറ്റയൊരുത്തൻ്റെ ഇന്നും വാങ്ങരുത്. അദ്ദേഹം എന്താ ചെയ്തത്? അതിനു വേണ്ടിയിട്ടുള്ള ഒരു 10,000 രൂപ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നു. അതുവരെ അദ്ദേഹം എഴുതി വെച്ചില്ലേ? എങ്ങനെ സംഘപരിവാർ രാഷ്ട്രീയത്തെ വെറുപ്പോടുകൂടെ സ്വന്തം ജീവിതാനുഭവത്തിൽ അദ്ദേഹത്തിന് കാണേണ്ടതായിട്ട് വന്നു? അതിന്റെ പ്രതീകമാണ്, അതിന്റെ നഷ്ടപ്രതീകമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ളത്. ഇത് മാത്രമാണോ അവിടെയുള്ള അനുഭവം എന്ന് പറയുന്നത്? പിന്നെ എന്തുകൊണ്ട് അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്? എന്തുകൊണ്ട് ഇത് CPM-ന് നേരെ? കാരണം എന്താണ്? അവിടെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിൽ പൊതുബോധ നിർമ്മാണം നടത്തുന്നതെന്ന് അവകാശപ്പെടുന്ന എല്ലാവരും ആത്മപരിശോധന നടത്തണം. എല്ലാ പാർട്ടികളിൽ നിന്നും തെറ്റുയരുമ്പോൾ ആ തെറ്റിന് നേരെ നഖശികാന്തമുള്ള ഒരേ സമീപനം നമ്മളെല്ലാവരും സ്വീകരിക്കുന്നുണ്ടോ? എല്ലാവരും അക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തണം. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് നേരെ ഒരു തെറ്റ് വന്നാൽ അതിനൊരു വാർത്താമൂല്യം, അതിനൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടോ? ആ അന്തരീക്ഷം കൂടെ ആയിരിക്കും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു പച്ചക്കള്ളം യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനും എടുത്ത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പരമമായ നുണ മുൻ കേന്ദ്രമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചത് അതായിരിക്കും. അതിന്റെ അനുഭവങ്ങളാണല്ലോ. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. ചോദ്യത്തിന് മുമ്പിൽ നിങ്ങളുടെ ആളുകൾ, BJP നേതാവ് പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കിൽ BJP നേതാവിന്റെ ആളുകൾ എന്ന് പറയുന്നത് CPM-കാരാണോ അതോ കോൺഗ്രസ്സുകാരാണോ അതോ BJP എതിർക്കുന്ന ഈ പാർട്ടിയിലെ മറ്റാരെങ്കിലും ആണോ? അത് ന്യായമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുമല്ലോ. അവരുടെ ആളുകൾ എന്ന് വെച്ചാൽ അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ്. ആ ബാങ്കിനെ സംബന്ധിച്ചുള്ള കണക്ക്
ഏതാണ്? ഞാൻ മനസ്സിലാക്കുന്നു സി ക്ലാസ് നിലവാരമുള്ള സംഘമാണ്. അതിൽ നിന്ന് ആ സി ക്ലാസ് വായ്പ വഴി കൊടുത്തതിന്റെ അനൗദ്യോഗിക കണക്കിപ്പോൾ 2 കോടിക്ക് മേലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയ പ്രകാരം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു സി ക്ലാസ് വായ്പ പ്രകാരം ഒരു സംഘത്തിന് ഇത്രയധികം കോടിക്കണക്കിന് രൂപ എങ്ങനെ വായ്പയായി കൊടുക്കാൻ പറ്റും? അപ്പോൾ അത് ലളിതമാണ്. അത് തെറ്റായ കാര്യങ്ങൾ ഉപയോഗിച്ച്, തെറ്റായ ക്രമക്കേടുകൾ നടത്തി, വ്യാജരേഖകൾ ഉപയോഗിച്ച് BJP നേതാക്കന്മാർ പിടുങ്ങിയ പണമാണ്. ആ പണം തിരികെ ചോദിക്കുമ്പോൾ, തിരിച്ചടവ് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തെ കൈമലർത്തി കാണിച്ചു. അവസാനം എന്തായി? ഈ വിഴുപ്പത്രയും ജനങ്ങളുടെ പണമെടുത്ത് പുട്ടടിച്ചതിന്റെ, BJP കട്ടുകൊണ്ടുപോയതിന്റെ വിഴുപ്പത്രയും ഈ സാധാരണക്കാരനായ കൗൺസിലറിന്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചു. അതിനുവേണ്ടി അവസാന അഭയകേന്ദ്രം എന്ന നിലയിലായിരിക്കും തന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോയി കണ്ട് സംസ്ഥാന നേതൃത്വമെങ്കിലും ഇടപെട്ട്. ഇപ്പൊ വയനാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ, 4 or 5 പേർ ഇതിനോടകം മരണപ്പെട്ടു. DCC ട്രഷറർ, അദ്ദേഹത്തിന്റെ മകൻ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, ഇതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ്, വ്യാജ പേര് വെച്ചെടുത്ത വായ്പ എടുത്ത മറ്റൊരു കർഷകൻ, ഇങ്ങനെ 4 or 5 പേർ ഒറ്റ ജില്ലയിൽ മരണപ്പെട്ടു. ഈ മരണങ്ങളുടെ അനുഭവങ്ങൾ വെച്ചിട്ടെങ്കിലും ആ അനുഭവം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെങ്കിലും തന്നെ സഹായിക്കും, ഒരു പാർട്ടി സംസ്ഥാന തലത്തിൽ ഇടപെട്ടെങ്കിലും എങ്ങനെ സഹായിക്കും എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഇദ്ദേഹം പോയി കണ്ടിട്ടുണ്ടാവുക. അപ്പോഴോ കണ്ടു എന്ന കാര്യം സമ്മതിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് മരണാനന്തര ചടങ്ങുകൾക്കുള്ള 10,000 രൂപ വരെ തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞ് 2 പെൺമക്കളടക്കുന്ന തന്റെ ജീവിത പങ്കാളി അടങ്ങുന്ന കുടുംബത്തോട് ആ പണം പോലും താൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ആ മനുഷ്യൻ 2 ദിവസം മുമ്പ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ശതകോടികൾ കൊണ്ട് പണിതുയർത്തിയ, ഏതോ മാധ്യമ വാർത്ത പ്രകാരമെങ്കിൽ 2 കോടി പ്രതിമാസ ചെലവ് വേണ്ടി വരുന്ന സംസ്ഥാന പ്രസിഡന്റും അധ്യക്ഷനുമുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചെന്ന് പറഞ്ഞ അവസാന നിമിഷം ഒരു കൈത്ത്, ഒരു പിടി, എന്താണ്, ഒരു കച്ചിത്തുരുമ്പ് കിട്ടോ എന്നാവില്ല നോക്കുക. ഇപ്പോൾ ഓർത്ത് നോക്കൂ, രണ്ട് പെമ്മക്കളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവസാന നിമിഷവും അവസാനം മുട്ടാവുന്ന വാതിൽ മുട്ടി നോക്കിയിട്ടല്ലേ മരിക്കുകയുള്ളൂ. ആത്മാഭിമാനമുള്ള മനുഷ്യനാണ്, ആത്മാഭിമാനിയാണ്. ഞാൻ എത്താം ജയിക്കെ. ഷാർവി രാജേഷ്, താങ്കൾക്കും നേരിട്ടറിയാവുന്ന ആളാണ്. എന്താണ് അവർ ഈ തിരുമല അനിലണ്ണൻ അല്ലെങ്കിൽ അനിലേട്ടൻ എന്നൊക്കെ വിളിക്കുക, തിരുമല അനിൽ എന്ന് പറയുന്ന ആൾ. ഷാർവി രാജേഷ് നമ്മുടെ ഇവിടെ എനിക്കിപ്പോൾ ഒരു ഒറ്റ ചർച്ചയിൽ ഇരുന്നിട്ടുള്ളെങ്കിലും എനിക്കും ദീർഘനാളെ അറിയാവുന്ന ആളാണ്. പാവ മനുഷ്യനാണ്, പാവം മനുഷ്യനാണ്. രാഷ്ട്രീയ കണ്ണിൽ മാത്രം എല്ലാവരെയും കാണുന്ന ആളുമല്ല. ആർ വി രാജേഷ്, ഇവിടെ 6 കോടി രൂപയുടെ ബാധ്യതയാണ് ബാങ്കിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനേക്കാൾ കൂടുതൽ ആസ്തി ആ ബാങ്കിനുണ്ട്. 6 കോടി രൂപയിൽ 6 കോടിയും കൊടുക്കണ്ട, ഒരു 3 കോടി കൊടുക്കാൻ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള കഴിയില്ലേ? പോട്ടെ, അതിൻ്റെ സംസ്ഥാന അധ്യക്ഷന് ഈ പറയുന്ന 100 മില്യൺ എന്തോ $US ആസ്തിയുള്ള കമ്പനിയുടെ ഉടമയ്ക്ക് ഒരു 3 കോടി രൂപ കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പം കൈയൊഴിഞ്ഞു, പച്ചയ്ക്ക് കൈയൊഴിഞ്ഞു ആർ വി രാജേഷ്. അല്ല, നമ്മുടെ പൊതുമണ്ഡലത്തിൽ, തിരുവനന്തപുരത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെ ഒരു വ്യക്തിപരമായി അറിയാം. ഇപ്പോൾ ആഷ്മി പറഞ്ഞ പോലെ പലപ്പോഴെങ്കിലും നമ്മളോടൊപ്പം ചാനൽ ചർച്ചയിൽ മുഖാമുഖം ഇരുന്ന് ഈ നഗരത്തിലെ വിഷയങ്ങളും ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പല വിഷയങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇല്ലാതായിരിക്കുന്നു. നമുക്കൊക്കെ അതൊരു വലിയ ഒരു ഞെട്ടലാണ്, വലിയ ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ അതിനേക്കാളൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം, നല്ല അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുമ്പോൾ ആ മകളുടെ ഒരു കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണീർ, മകളുടെ ആ ഒരു ദുഃഖം, ആ കുടുംബത്തിൻ്റെ ദുഃഖം, ആ ദുഃഖമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ, ആ വാർഡിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുപ്പമുള്ളവരുടെ, പ്രത്യേകിച്ച് അദ്ദേഹവുമായി ഏറ്റവും ബന്ധം പുലർത്തുന്ന പാർട്ടി പ്രവർത്തകരുടെയൊക്കെ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഒരു പത്രം എടുത്തു നോക്കിയപ്പോൾ നമുക്കൊക്കെ വളരെ വേദന തോന്നിയിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇന്നത്തെ പത്രത്തിലുള്ള വാർത്ത തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് BJP CPM വാക്പോര് എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ഒരു മരണത്തെ ഏത് രീതിയിൽ പൊളിറ്റിക്കലൈസ് ചെയ്യുക എന്നുള്ള ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് 2 രാഷ്ട്രീയ പാർട്ടികൾ മാറിയിരിക്കുന്നു എന്നുള്ളിടത്താണ്. അതെ, എത്രയോ വർഷമായി ശ്രീ തിരുമല അനിൽ എന്ന് പറയുന്നത് BJPയുടെ ഭാഗമായി അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭാഗമായി ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. തൻ്റെ ജീവിതം, തൻ്റെ യൗവനം, ബാല്യം അതിൽ CPM കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറയുന്നത്, മരിച്ച് അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിയുന്നതിന് മുമ്പ് കരമന ജയൻ എന്ന് പറയുന്ന അവരുടെ ഒരു ജില്ലയുടെ അധ്യക്ഷൻ വാർത്താസമ്മേളനം വിളിച്ച് ഇത് CPMന്റെ വേട്ടയാണെന്നും ഇത് പോലീസ് വേട്ടയാണെന്നും എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ CPM മറുപടി പറയണ്ടേ? അതുകൊണ്ടല്ലേ ജോയുടെ വാർത്താസമ്മേളനം ഉണ്ടായേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൗൺസിലർ, അദ്ദേഹം മരിച്ച് ആ ചിതയൊടുങ്ങുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ എന്താ മറച്ചു വയ്ക്കാനുള്ളത്? അടുത്ത് CPM എന്ന് പറയുന്ന പാർട്ടി ചെയ്യുന്നത് എല്ലാ വാർഡുകളിലും പ്രതിഷേധ സംഗമം നടത്തുകയാണ്, പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചോ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം
ഇന്ന് വരെ ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രകടനം നടത്തുകയോ ഒരു മാർച്ച് നടത്തുകയോ ഒരു പ്രതികരണം നടത്തി വെച്ചിട്ടില്ല. ഇന്നലെ 1-2 മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചാനലിൽ പ്രതികരണം ചോദിച്ചപ്പോൾ മാത്രമാണ് വളരെ മിതമായ രീതിയിൽ ഞാൻ അതിനകത്തൊരു പ്രതികരണം കൊടുത്തത്. ഇന്ന് ഈ ചർച്ചയിൽ വരുന്നത് വരെ ഞങ്ങൾ ആരും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തും. കാരണം ഒരു മരണം അതൊരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അത് ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തി പെട്ടുപോയി ജീവനെടുക്കേണ്ടി വന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ പാർട്ടിയുടെ പ്രവർത്തകരോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ അദ്ദേഹത്തിനോ വ്യക്തിപരമായി അടുപ്പമുള്ള ആളുകളോ ഒക്കെ വൈകാരികത പ്രകടിപ്പിക്കുന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എത്രയോ വർഷത്തിന് ശേഷം മറ്റു പല പാർട്ടികളിലൂടെ കറങ്ങി വന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അതിവൈകാരികതയൊന്നും ആ ഒരു പ്രകടനമൊന്നും നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നു. ഇതൊക്കെ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണല്ലോ. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ ഒരു സംഘത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഒരു സംഘം എന്ന് പറയുന്നത് എന്താണ്? ആ സംഘത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ സഹകരണ സംഘമാകുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അവരുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള അവരുടെ ഒരു സ്വീകാര്യത, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു സഹകരണ സംഘത്തിലെ ആളുകൾ പണം നിക്ഷേപിക്കാറുള്ളത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലോ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധത്തിൻ്റെ പുറത്ത് അവിടെ കോടിക്കണക്കിന് രൂപ ആളുകൾ 11 കോടിയോളം രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുള്ളതാണ് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിക്ഷേപം ഉള്ളപ്പോൾ തന്നെ പല ആളുകൾക്കും വായ്പ കൊടുത്ത ആളുകൾ പണം തിരിച്ചടച്ചില്ല. അപ്പോൾ സ്വാഭാവികമായി എന്താണ്? നിക്ഷേപകർ പണം തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ പ്രസിഡന്റോ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കോ ഉണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ പോയത്. പക്ഷെ അദ്ദേഹം കൈമലർത്തി എന്നുള്ളതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് അദ്ദേഹത്തെ കാണാൻ ഇന്നലെ വൈകാരികമായി പ്രതികരിച്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇദ്ദേഹം കാണാൻ വന്നപ്പോൾ തിരുമലാലിനോട് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞെങ്കിൽ, നമുക്ക് നമ്മുടെ പാർട്ടി കൂടെ ഉണ്ട് എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ കോടിക്കണക്കിന് രൂപ എടുത്ത് കൊടുക്കാൻ, ഇപ്പോൾ 2.5 കോടി രൂപ മാസം, 6 കോടി താൽക്കാലിക സെറ്റിൽമെന്റിന് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിക്ഷേപകർക്ക് കൊടുക്കാൻ, ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ തിരുമലാനിൽ എന്ന് പറയുന്ന ഒരു സാധാരണ പ്രവർത്തനമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവിനെ ഒരു 1 കോടി രൂപ കൊടുക്കാൻ ഇല്ലേ? 50 ലക്ഷം രൂപ കൊടുക്കാൻ BJPക്ക് ഇല്ലേ? ഞാൻ 50 ലക്ഷം രൂപ എടുത്ത് കൊടുക്കാൻ BJPക്ക് ഇല്ലേ? താൽക്കാലിക പരിഹാരം ഇതുകൊണ്ട് രീതിയിൽ ഒരു സംഘങ്ങളുടെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പണം കൊടുക്കണമെന്നല്ല, പക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള പിടിഞ്ഞു കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കാൻ വേണ്ടി പാർട്ടിയുടെ അല്ലെങ്കിൽ ഇതിനൊരു ആശ്വാസം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി, തിരുമലാനിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അവസ്ഥ നടത്തുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം നടത്തുന്ന ബാങ്ക് അല്ലെന്നേ. ഈ ബാങ്ക് എന്ന് പറയുന്നത് താഴെത്തട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ബാങ്കാണ്. സാധാരണക്കാർ ഒരു കൈവായ്പ കൊടുക്കുന്നതാണ്. ആ കൊടുക്കുന്നത് കൂടുതൽ BJPക്കാരൊക്കെ തന്നെ ആകും. സുഹൃത്തുക്കൾ കൊടുക്കുമ്പോൾ ആ BJPക്കാരുടെ വോട്ട് കിട്ടുന്നത് എങ്ങോട്ടാണ്? ഈ BJPക്കാരാണ് വോട്ട് കിട്ടുക. ആ പൈസ മേടിച്ച ഒരാൾ അവർക്ക് വോട്ട് കുത്തുക. അടിത്തട്ടിപ്പ്, ഞാൻ പറഞ്ഞത് BJP എന്നല്ല, CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ അടിത്തട്ടിൽ രാഷ്ട്രീയം വളർത്തുന്ന ഒരു സംഗതി കൂടിയാണെന്നേ. അത് മനസ്സിലാക്കണ്ടേ ആ പാർട്ടി. ഞാൻ എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു, സഹായമുണ്ടായില്ല. ഇവിടെ ഉണ്ടായത് എന്താണ്? ഇവിടെ എന്താണ് ഈ സംഘത്തിൽ വന്നൊരു ദിവസം ഒരു നിക്ഷേപക ബഹളം വെക്കുന്നു. സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ സെക്രട്ടറി പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുന്നു. അല്ലാതെ ഈ തിരുമല അനിലിനെതിരെ ആരും കൊണ്ട് പരാതി എവിടെയും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കേസ് എവിടെയില്ല. അപ്പോൾ സെക്രട്ടറി കൊണ്ട് പരാതി കൊടുക്കുമ്പോഴേക്കും പോലീസ് ഈ സെക്രട്ടറിയെയും പരാതി കൊടുത്ത നിക്ഷേപകനെയും ഈ പറയുന്ന സംഘത്തിൻ്റെ ബാക്കി ആൾക്കാരെയും ഈ പറഞ്ഞ തിരുമല അനിൽ അടക്കമുള്ളവരുണ്ടെന്നാണ് തോന്നുന്നത്, എല്ലാവരും വിളിച്ചിരുത്തി എന്താ പ്രശ്നം ചോദിക്കും. നിക്ഷേപം പറഞ്ഞ് എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകത്തില്ല, പ്രശ്നം ഉണ്ടാക്കില്ല, ഓക്കെ എന്നാൽ പൈസ കൊടുക്കാം എന്ന ധാരണയിൽ വിട്ടുപിരിഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഒരു കേസും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതെടുത്ത് വെച്ചിട്ട് ഇത് പോലീസാണ് കാരണം, CPMന്റെ വേട്ടയാണ് എന്നൊക്കെ പ്രതികരണം നടത്തുക മാത്രമാണോ? പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുക, നമ്മുടെ ആളുകളിൽ നിന്ന് വന്ന് ആരാ എന്ന് കളിയാക്കി ചോദിക്കുക, കുറ്റബോധത്തിൻ്റെ ലാഞ്ചന ഇവരുടെ ഉള്ളിലുണ്ടോ? ശ്രീ ജോർജ് പൊടിപ്പാറ. ഹാഷ്മി, ഈ കേട്ടിടത്തോളം കാര്യങ്ങൾ വെച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഈ തിരുമല അനിൽ എന്ന് പറയുന്ന സംഘപരിവാറിലൂടെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച് ഒരു നല്ല മനുഷ്യനായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു മനുഷ്യൻ, തികഞ്ഞ അഭിമാനിയായിരുന്നു. ഈ അഭിമാനമാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് അടിസ്ഥാന കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം അദ്ദേഹം ആ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു നിക്ഷേപകൻ വരുന്നു, ആ നിക്ഷേപകൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിക്ഷേപത്തിന് പലിശയോ അല്ലെങ്കിൽ നിക്ഷേപം തന്നെയോ കിട്ടാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഏത് നിക്ഷേപകനും ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി പോയി ഒരു പരാതി കൊടുക്കുന്നു.
സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വാഭാവികമായിട്ടും സെക്രട്ടറിയെയും ഭരണസമിതി അംഗങ്ങളെയും പ്രസിഡന്റിനെയും നിക്ഷേപകരെയും ഒക്കെ വിളിച്ചു കൂട്ടുന്നത് സ്വാഭാവികമല്ലേ? അതല്ലാതെ പോലീസിന് ആ കാര്യത്തിൽ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? അങ്ങനെ പോലീസ് ഈ രീതിയിൽ വളരെ നാച്ചുറലായ രീതിയിൽ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പ്രശ്നത്തിന് എന്താണ് പ്രശ്നമെന്നും എന്താണ് പരിഹാരമെന്നും ആരാഞ്ഞുകൊണ്ട് പോലീസ് ഈ എല്ലാ കൂട്ടരെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച സംഘടിപ്പിച്ചാൽ അതോടനെ പോലീസ് പീഡനമാകുന്നതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എപ്പോഴും ഈ പോലീസിൻ്റെ വകട്ട് കയറിയിട്ട് മാത്രം കാര്യമില്ല. പോലീസിന് അവിടെ ചെയ്യാവുന്ന സ്വാഭാവികമായ കാര്യമാണ് അവിടെ നടന്നത്. നിക്ഷേപകൻ പരാതിപ്പെടുന്നു, സ്വാഭാവികമായിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംഘത്തിൻ്റെ ഭരണസമിതിക്കും അതുപോലെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കുമാണ്. ആ പ്രശ്നത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത് അതിനകത്ത് എന്താ അപരാധമുള്ളത്? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചതുകൊണ്ടാണ് തിരുമല അനിൽ എന്ന് പറയുന്ന ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ BJPയുടെ നേതാവ് ആത്മഹത്യ ചെയ്തത് എന്ന ഭാഷ്യം പറയുന്നതും അതുപോലെ തന്നെ പോലീസാണ് അതിന് ഉത്തരവാദി, ആ പോലീസിനെ വിട്ടത് CPM ആണ് എന്ന രീതിയിൽ അതിനെ വക്രീകരിക്കുന്നതൊക്കെ എന്ത് രാഷ്ട്രീയ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹത്തിൻ്റെ ആ അവസാനത്തെ കത്തിൽ, അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിൽ, നേരത്തെ ഹാഷ്മി ഉദ്ദേശിച്ച പോലെ മരണമൊഴിയിലും സാധാരണഗതിയിൽ ആരും ഒരു കള്ളം എഴുതി വെക്കാറില്ല. അത് ആ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയാണത്. അവസാനത്തെ ആ ഒരു ഏറ്റുപറച്ചിൽ, ഒരു കുമ്പസാരം, ആ കുമ്പസാരത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമല്ലേ? നമ്മുടെ ആളുകളാണ് ചതിച്ചത് എന്നല്ലേ അതിൽ പറയുന്നത്. അതായത് അദ്ദേഹം വിശ്വസിച്ച് പാർട്ടിക്കാരോടുള്ള ആ പ്രതിബദ്ധത കൊണ്ടും അവരോടുള്ള സ്നേഹം കൊണ്ടും അവർക്ക് മേധാവിത്വമുള്ളൊരു സംഘത്തിൽ, പൊതുവെ അത്രയധികം കേരളത്തിൽ മൊത്തത്തിൽ സംഘങ്ങളുടെ ഒരു ഇതെടുത്താൽ തിരുവനന്തപുരത്താണ് BJPക്ക് കൂടുതൽ സംഘങ്ങളുടെ അധികാരമുള്ളത്, മറ്റു ജില്ലകളിലൊക്കെ കുറവാണ്. അപ്പോൾ BJPക്ക് അധികാരമുള്ളൊരു സംഘത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ വായ്പകൾ അനുവദിച്ചിരിക്കുന്നത് BJPക്കാർക്ക് തന്നെ ആവുമല്ലോ. അതൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ വായ്പ തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ, അതിൻ്റെ പേരിൽ സംഘം പ്രതിസന്ധിയിലാകുമ്പോൾ, നിക്ഷേപകരുടെ മുമ്പിൽ നിസ്സഹായനായി ആക്ഷേപം കെട്ട് അതുപോലെ തന്നെ പുലഭ്യം കെട്ട് ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനം വല്ലാതെ തകരുന്നൊരവസ്ഥയിൽ ഒരു നിസ്സഹായനായ മനുഷ്യൻ്റെ അവസാനത്തെ അത്താണി എന്നുള്ള നിലയിൽ ഈ BJP എന്ന് പറയുന്ന കേരളത്തിലെ അദ്ദേഹം വിശ്വസിക്കുന്ന, അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ച ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ അദ്ദേഹം പോയി കാണുന്നു. അവിടെ ഒരു നിസ്സഹായൻ്റെ ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ പറയുന്ന പോലെയാണ് അദ്ദേഹം ഈ പറയുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോയി കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ ചെന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, കാരണം നമ്മുടെ ആളുകളാണ്, നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരാണ് കൂടുതലും വായ്പ എടുത്തിരിക്കുന്നത്, നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവരാണ് വായ്പ തിരിച്ചടയ്ക്കാത്തത്, അവർ മൂലമാണ് നമ്മൾ ഭരിക്കുന്ന സംഘം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഞാൻ എന്തു ചെയ്യണം? പാർട്ടി ഏത് രീതിയിലാണ് എന്നെ സഹായിക്കുക? ഞാൻ മാത്രം വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണസമിതി മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല. പാർട്ടി ഇടപെട്ടിട്ട് ഈ നിക്ഷേപകർ അല്ലെങ്കിൽ ഈ വായ്പ എടുത്തിട്ടുള്ള കുറേ ആളുകളോടെങ്കിലും താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ പണം അടപ്പിക്കാൻ ഉള്ള ഒരു തീവ്ര പരിപാടി പാർട്ടി തലത്തിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാവും, പാർട്ടിക്ക് നാണക്കേടാവും, ഞങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ അപമാനിതരാകും, വല്ലാതെ തേജോവധം ചെയ്യപ്പെടും. ആ ഒരു വിലാപമായിരിക്കണം അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന താങ്കൾ വിശേഷിപ്പിച്ച കോടീശ്വരൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. പാർട്ടി അദ്ദേഹം ഇപ്പോൾ പോക്കറ്റിൽ നിന്ന് എല്ലാ പ്രശ്നം വരുമ്പോഴും ഉടനെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ നിന്ന് പണം എടുത്ത് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ലായിരിക്കാം. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ബന്ധപ്പെട്ട ജില്ലാ ഘടകത്തിലുള്ള നേതാക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ പറയുന്ന ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ആ പരിധിയിൽ വരുന്ന BJP ഘടകങ്ങളെയും അതിൻ്റെ ഭാരവാഹികളെയൊക്കെ വിളിച്ചുകൂട്ടി ഈ പ്രതിസന്ധിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഭരണസമിതിയിൽ പെട്ട BJP നേതാക്കളെ വല്ലാതെ എന്താ പറയുക, ഇങ്ങനെ കുറ്റവിചാരണയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അവരെന്ത് പിഴച്ചു? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അടിയന്തരമായി നമ്മൾ ഈ ബാങ്കിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ ഒരു ആശ്വാസവാക്ക് പറഞ്ഞ് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രവർത്തികൾ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ തിരുമല ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ്. ഉറപ്പായും ആത്മഹത്യ. കാര്യം തിരുമല അനിലിന് പോയി മുട്ടാനുള്ള വാതിൽ BJPയുടെ വാതിൽ മാത്രമേ ഉള്ളൂ, RSSന്റെ വാതിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഇപ്പോൾ നേരത്തെ ജേക്ക് പറഞ്ഞ പോലെ പ്രായപൂർത്തിയായ കാലം മുതലേ അദ്ദേഹത്തിന്റെ ആശ്രയം, അദ്ദേഹം പ്രവർത്തിച്ച ആയുഷ്കാലം, ഇപ്പം ഞാൻ 4 പതിറ്റാണ്ടിന് രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ വർഷങ്ങളാണോ? അതിന് ആയുഷ്കാലം അതിനുവേണ്ടി ഹോമിച്ചൊരു മനുഷ്യനാണ്. അവിടെ പോയി ആ വാതിലും അടയപ്പെട്ടാൽ പിന്നെ കൊലക്കയറല്ലാതെ മറ്റു വഴിയെന്ത് എന്ന മനുഷ്യ ചിന്തയിൽ തെറ്റി. ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് ഒന്ന് പെട്ടെന്ന് പോകണം. SIR നീട്ടിവെക്കണമെന്ന് രത്തൻ കേൽക്കർ ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം പറഞ്ഞ് കത്ത് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടിവെക്കണമെന്നാണ് ആവശ്യം.
സർവകക്ഷി യോഗത്തിൽ ഈ ആവശ്യം ഉയർന്നിരുന്നു. നടപടികൾക്ക് സാവകാശം വേണം എന്നാണ് രത്തൻ കേൽക്കർ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട വാർത്തയാണ്. മനീഷ് മഹിപാല വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, എന്താണ് പെട്ടെന്ന് നടപ്പാക്കിയ ബീഹാറിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ആവില്ലേ രത്തൻ കേൽക്കർ ഇതിനുള്ള മതിയായ സമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്? ഹാഷ്മി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കത്ത് ഓഫീസർക്ക് കത്ത് കൈമാറിയ സാഹചര്യം നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നതിൽ ഇത്തരത്തിലുള്ള ആവശ്യം ഉയർന്നിരുന്നു. കാരണം കേരളത്തിൽ അടുത്ത 3 മാസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, 8 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. സ്വാഭാവികമായി തന്നെ SIRന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ തന്നെ 4-5 മാസങ്ങൾ വേണം. ആദ്യം അതിന്റെ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം അതിന്റെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾക്കും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് അടക്കം പരിശീലനം നൽകണം. അതിനുശേഷം അതിന്റെ വിജ്ഞാപനം ഇറക്കിയാൽ, കരട് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ, കരട് പട്ടികമേലുള്ള പരാതികൾ, അതിന്റെ കോടതി വ്യവഹാരങ്ങൾ, അതിന്മേൽ പൂർണ്ണമായ ഒരു വിജ്ഞാപനം പുറത്തിറക്കി അതുകൂടി പരിഹരിച്ചിറക്കുമ്പോഴുള്ള സമയം, അതിനിടയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ വിഷയം സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ ബീഹാർ ഒരു നേരത്തെ തന്നെ അത്തരത്തിൽ വിവാദ വിഷയമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കുറച്ചുകൂടി സാവകാശം വേണം. കാരണം ഇത്തരത്തിൽ 4 മാസം എന്ന നടപടിക്രമങ്ങൾക്കിടയിൽ ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരിക. ഒപ്പം തന്നെ അടുത്ത വർഷം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് അടക്കമുള്ള മറ്റ് 5 സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭ അവിടെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് മാത്രം എന്തിനാണ് ധൃതി പിടിച്ച് SIR നടപ്പിലാക്കേണ്ടത്? മറ്റ് സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സാവകാശം നിലവിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ ഈ രീതിയിൽ ഉള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടായ അഭിപ്രായം എന്ന രീതിയിൽ ഒപ്പം തന്നെ സാവകാശ നടപടിക്രമങ്ങളിൽ സാങ്കേതികമായി വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ രീതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് സാവകാശം വേണം, അത് ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിവെക്കണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിന്മേൽ ഇനി എന്തായിരിക്കും കേന്ദ്രം എടുക്കുന്ന തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും സംസ്ഥാനത്തെ ഗ്രൗണ്ട് രാഷ്ട്രീയാവസ്ഥ അല്ലെങ്കിൽ ഗ്രൗണ്ട് അവസ്ഥ എന്താണ് എന്ന് രത്തൻ കേൽക്കർ കേന്ദ്രത്തോട് പറയുകയാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇലക്ഷൻ തൊട്ട് മുമ്പ് എടുകുടുക്കെ ചോറും കറിയും എന്ന് പറയും മട്ടിൽ SIR നടപ്പാക്കാൻ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ് നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. അതുകൂടി ഒരുപക്ഷെ രത്തൻ കേൽക്കർ ആ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ഉണ്ടാകാം. കേരളത്തിലെ പൊതു രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും അതുതന്നെയാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഷാവ് പ്രസാദ്, ഇവിടെ ഇത് രാഷ്ട്രീയമാക്കിയതിൻ്റെ ആദ്യ ഉത്തരവാദിത്തം BJPക്കാണ്. അതിന് കാരണം എന്താണ്? ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ പ്രധാന നേതാവാണെന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം കഴിയുന്നതിന് മുൻപ് തന്നെയാണ് കരമന ജയൻ്റെ വാർത്താ സമ്മേളനം. അദ്ദേഹത്തിൻ്റെ പട്ടടയിലെ തീയടങ്ങും മുൻപാണ് CPM-എതിരെയും കോൺഗ്രസിനെതിരെ പോലീസിനെതിരെയും BJPയുടെ ആരോപണം, രാഷ്ട്രീയ വേട്ട എന്ന ആരോപണം. അവിടെ പോയി പ്രസംഗിക്കൽ. ഇന്ന് വി ജോയ് ചോദിക്കുന്നുണ്ട്, അനിൽ ആത്മഹത്യ ചെയ്ത ദിവസം ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനും ക്യാമറ തല്ലിപ്പൊളിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണ്? മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് എന്തിനാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്? 3, CPM ഏതെങ്കിലും സന്ദർഭത്തിൽ അനിലിനെതിരെ സമരം ചെയ്തിട്ടുണ്ടോ? 4, അനിലിനെതിരായി പോലീസ് ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് BJP മറുപടി പറയണ്ടേ? അതല്ലാതെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി അവിടെ പോയി കരുവന്നൂര്, കണ്ടല, മുണ്ടല, എന്താണ് CPM-ന്റെ രാഷ്ട്രീയ വേട്ട എന്നൊക്കെ വി മുരളീധരൻ പറയുന്നതിൽ തരിമ്പിന് രാഷ്ട്രീയാത്മാർത്ഥതയുള്ള വാക്കുകളാണോ ഷാബു പ്രസാദ്? ഹാഷ്മി, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 4 പേർക്കും ഇക്കാര്യത്തിൽ മാറി നിന്ന് ഒരു സ്വതന്ത്രമായി ആ ഒരു കാഴ്ചപ്പാടോടെ അഭിപ്രായം പറയാനും പ്രതികരിക്കാനും കഴിയും. ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പോകാൻ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ കഴിയില്ല. അല്ലെങ്കിൽ ഈ ജയിക്കൊക്കെ ഇവിടെ കിടന്ന് പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല. അത് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ചിലപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പോട്ടെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയട്ടെ. കാര്യം ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടും അവരവരുടെ രാഷ്ട്രീയവും അതിൻ്റെ അകത്ത് ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടാത്തതെന്ന് ഞാൻ പറയട്ടെ എന്ന് മാത്രം കരുതാനേ ഇപ്പോൾ എനിക്ക് പറ്റുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞേ, ഈ ബാങ്കിൽ ഇദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ഈ സഹകരണ സംഘത്തിൽ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ള കാര്യം അതധികം ആർക്കും അറിഞ്ഞിരുന്നില്ല. കാര്യം അദ്ദേഹം തന്നെ സ്വയം കൈകാര്യം ചെയ്ത് അതൊരു പാർട്ടിക്ക് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു സിറ്റുവേഷനിലേക്ക് എത്തണം. ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുന്നത്. അങ്ങനെ അധികം ആരോടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം വളരെ വലിയ അഭിമാനിയും കൂടിയായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു, ഒരു നിക്ഷേപകൻ വരുന്നു,
പണം തിരിച്ചു ചോദിക്കുന്നു, കൊടുക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു സീനുണ്ടാകുന്നു. അദ്ദേഹം കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുക്കുന്നു. പരാതിയൊന്നുമില്ല, അവിടെ അദ്ദേഹത്തിനെതിരെ ഇതായിട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ പോലീസ് വിളിക്കുന്നു. ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന ആ ചിന്ത അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് വേട്ടയാടിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. അത് കാര്യം താൻ ഇത്രയും കാലം വളരെ കഷ്ടപ്പെട്ട് കെട്ടി ഉയർത്തിയ കൊണ്ടുവന്ന ആ ക്രെഡിബിലിറ്റി മുഴുവനും ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുന്നു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കേസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ പോലീസ് കേസ് മാത്രമൊന്നും അല്ലല്ലോ മനുഷ്യരെ ആ അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നത്. കാര്യം സത്യസന്ധനായ മനുഷ്യനാണ്. ഇവിടെ എന്തായാലും ഇവിടെ ജയിക്ക് പറഞ്ഞ പോലെ അദ്ദേഹം വളരെ സത്യസന്ധനും കമ്മിറ്റഡും. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ വാഴ്ത്തുപാട്ടുകളാണ് അദ്ദേഹം ഇവിടെ നിന്ന് പാടിയത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു ചർച്ചയിൽ ഒരു ബാങ്കിനെ പറ്റിയുള്ളൊരു കാര്യത്തിലൊക്കെ ജയിക്ക് ഇത് പറയുമായിരുന്നോ എന്നുള്ളത് വേറെ കാര്യം. പോട്ടെ, ശരി. അദ്ദേഹം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്തെങ്കിലും അത് പറഞ്ഞല്ലോ, നല്ല കാര്യം. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടു. ശരി, നമുക്കിത് നോക്കാം എന്നുള്ള ലെവലിലേക്ക് അവിടെ മീറ്റിംഗ് വിളിക്കുകയും നമുക്ക് ഇതിലേക്ക് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞതാണ് ഹാഷ്മി. അല്ലാതെ ഇങ്ങോട്ട് വരുന്നു. ശരി, രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സുകാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പണമുണ്ട്, എന്നാൽ പിടിച്ചോ ഒരു 3 കോടി രൂപ, അല്ലെങ്കിൽ BJPയുടെ ഫണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു ഒക്കെ പിടിയൊരു 6 കോടി രൂപ എന്നൊക്കെ പറഞ്ഞെടുത്ത് കൊടുക്കാൻ അങ്ങനെ ചെയ്യാൻ കഴിയുമോ നിങ്ങൾ? ഇല്ല, ഞാൻ പറഞ്ഞത് മനുഷ്യൻ തമ്മിൽ ബന്ധമില്ലേ ഷാവു പ്രസാദ് സപ്പോസ് ആലോചിച്ച് നോക്കൂ. ഷാവു പ്രസാദ് ആണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ആലോചിച്ച് നോക്കൂ, ഷാവു പ്രസാദിന്റെ പക്കൽ ബില്യൺ കണക്കിന് ഡോളർ ആസ്തിയുള്ള വ്യവസായിയാണെന്ന് നോക്കൂ. തുടക്കം മുതൽ RS ഒരാൾ വന്ന് ചോദിച്ചാൽ താങ്കൾ സഹായിക്കില്ലേ? പറയുന്ന കേൾക്കൂ. ആദ്യം ഇപ്പം നമ്മളെടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു, നമ്മൾ ആദ്യം ആ പ്രശ്നം കേൾക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രശ്നം കേട്ട് അതിന് എന്താണ് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ? നമ്മൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ അടുത്ത് അവരോട് കുറച്ച് സമയം ചോദിക്കുന്നു. ഇതൊക്കെയല്ലേ അതിൻ്റെ നോക്കിയല്ലേ, സമയം ചോദിക്കുന്നു. ലോൺ തിരിച്ചടയ്ക്കാനുള്ളവരുടെ അടുത്തുനിന്ന് ലോൺ പെട്ടെന്ന് ലോൺ അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ലേ ചെയ്യുക. ഇത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആ ഇഷ്യൂ വന്നിട്ടേ ഉള്ളൂ. വന്ന ഉടനെ കാര്യം അത് ഇത്രമാത്രം അതായത് ഒരു ഇഷ്യൂവേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. പക്ഷെ അപ്പോഴേക്ക് തന്നെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ആശങ്ക. കാര്യം ഇവിടെ പലരുടെയും അനുഭവങ്ങൾ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആ ഒരു ആശങ്കയുടെ മുൾമുനയിലായിപ്പോയി. അദ്ദേഹം പാർട്ടിയിൽ നേതൃത്വത്തോട് പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ ആ ആശങ്കയുടെ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹത്തിന് അത് ചെയ്തു തുടങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്തു തുടങ്ങിയെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് എഴുതുമോ ഒരു പാവ മനുഷ്യൻ? അദ്ദേഹത്തിന് അവസാന ആത്മഹത്യാ കുറിപ്പിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് എഴുതുമോ? പോലീസ് വേട്ടയാടെങ്കിൽ അത് എഴുതാതിരിക്കുമോ? എന്നിട്ട് ജസ്റ്റിസ് ഫോർ അനിൽ എന്ന് രാജീവ് ചന്ദ്രശേഖരൻ വെറുതെ പറയുകയാണ്. ആത്മാർത്ഥമുള്ള വാക്കാണോ അത്? എന്നിട്ട് ഇതാ എഴുതുകയാണ് ഫേസ്ബുക്കിൽ, അപകടം ഈ ഭരണം. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായിരുന്ന ശ്രീ തിരുമല അനിലിന്റെ മരണത്തിന് പിന്നിൽ CPM പോലീസ് ഗൂഢാലോചന. ഉത്തരവാദികൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. #അപകടം പൊളിറ്റിക്സ്. ആത്മാർത്ഥതയുടെ തരിമ്പുണ്ടോ ആ മാർച്ചിൽ, ഈ പോസ്റ്റിൽ, ഈ പറയുന്ന വാക്കുകളിലൊക്കെ? ഞാൻ താങ്കളുടെ വാക്കുകളല്ലോ ഞാൻ പറയുന്നത്. ജെക്സി തോമസ് BJP സംസ്ഥാന അധ്യക്ഷന്റെ വേറൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: അനിൽജിക്ക് നീതി ഉറപ്പാക്കും. ചില മാധ്യമങ്ങൾ ഈ വിഷയം വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അബദ്ധത്തിലോ അല്ലെങ്കിൽ CPMന്റെ പ്രേരണയാൽ മനഃപൂർവ്വം ആകാമത്. പക്ഷേ വാസ്തവത്തിൽ CPMന്റെ ഭീഷണിയും പോലീസിനെ ഉപയോഗിച്ചുള്ള ഇടപെടലുമാണ് അനിലിന്റെ മരണത്തിന് കാരണം. രാജീവ് ചന്ദ്രശേഖർ #ജസ്റ്റിസ് ഫോർ അനിൽ #അപകടം പൊളിറ്റിക്സ്. ശ്രീ ജെക്സി തോമസ്, ഇവിടെ വരാൻ പോകുന്ന ഇലക്ഷനാണ്. ഇലക്ഷനിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് BJPക്ക് ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യന്മാരെ മണ്ടന്മാരാക്കാവോ? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളത് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ഈ ആശയധാരകളോടുള്ള ആഭിമുഖ്യം പുലർത്തിയിട്ടായിരിക്കുമല്ലോ പലരും ഇതിലേക്ക് വരുന്നുണ്ടാവുക. പക്ഷെ അവസാനം എന്താണ് നീക്കിബാക്കിയായി കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛേദമാണ് ഇന്ന് ഈ ആത്മഹത്യ ചെയ്യേണ്ട വന്ന തിരുവനന്തപുരം നഗരത്തിലെ ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള BJP പ്രവർത്തകന്റെ ജീവിത പങ്കാളി, അവരുടെ പ്രതികരണം നമ്മൾ ചർച്ച ചെയ്തു. 5 പതിറ്റാണ്ടിലേറെ കാലമായി താൻ വിശ്വസിച്ച് ഉയർത്തിപ്പിടിച്ച ആശയധാര, അതിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച പതാക ഒടുവിൽ കിട്ടിയത്, അതിൻ്റെ ഭാഗമായി ശതകോടികളോളം വരുന്ന തുകയുടെ ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെട്ട് മറ്റു സഹപ്രവർത്തകരായ നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിൻ്റെ വിഴുപ്പ് സ്വയം ഏൽക്കേണ്ട വന്ന് ജീവൻ
ബലിയർപ്പിക്കേണ്ടതായി വരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട വന്നപ്പോൾ ഞാനെന്തോ ആഹ്ലാദാരവത്തോടു കൂടെ സംസാരിക്കുന്നു എന്നിങ്ങനെയാണ് സംഘപരിവാർ ആഭിമുഖ്യമുള്ള നമ്മുടെ സഹപാനലിസ്റ്റ് ബഹുമാനിയായ ഷാബു പ്രസാദ് പറഞ്ഞത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു ആഹ്ലാദവുമില്ല, ഒരു ആരവുമില്ല. പക്ഷേ അങ്ങേക്ക് അനഭിമിതമായ, അങ്ങേക്ക് സ്വീകാര്യമല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സുനിശ്ചിതമാണ്. അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങയുടെ പ്രതികരണങ്ങളോടോ അങ്ങയുടെ ചോദ്യങ്ങളോടോ ഒന്നും ആയിട്ടായിരുന്നില്ല. ആങ്കർ തന്നെ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ മുൻ കേന്ദ്രമന്ത്രി, BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ്, ഇവരൊക്കെ നടത്തിയ നട്ടാൽ കുരുക്കാത്ത നുണ ആങ്കറുടെ തന്നെ ചോദ്യത്തിന് ഭാഗം കോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അല്പമെങ്കിലും യുക്തിസഹമായി ചിന്തിക്കുന്ന, തലയിൽ ആൾതാമസമുണ്ട് എന്ന് കൊളോക്കിയലി നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ള കേരളത്തിൽ ലോകമെമ്പാടുമുള്ള ഒരു മലയാളിക്കും സ്വീകാര്യമല്ലാത്ത ചില പച്ച നുണ ആളുകൾ പറഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതായി വരും. അപ്പൊ കൈയും കെട്ടി മിണ്ടാതിരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് തൽക്കാലം ഞങ്ങളെ കിട്ടില്ല എന്നാണ് എനിക്ക് അക്കാര്യത്തോട് പ്രതികരിക്കാനുള്ളത്. പിന്നെ പറയുന്നു, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഈ ആത്മഹത്യ ചെയ്ത ബഹുമാനിയായ BJP നേതാവിനെ പുകഴ്ത്തുന്നു. അദ്ദേഹം സത്യസന്ധനാണ്, അദ്ദേഹം പരിമിതികളോടുകൂടെ അന്തസ്സുള്ളവനാണ്. ഞാൻ രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞതാണ്, മറ്റു BJP നേതാക്കന്മാരായിട്ട് ഉള്ളവർക്ക് ഇല്ലാത്തൊരു അന്തസ്സ്, ഉള്ളൊരു സത്യസന്ധതയും പരിമിതികളോടുകൂടെ ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് വേണം കാണാൻ. എന്തുകൊണ്ട് പറഞ്ഞതാണ് ബഹുമാനിയായ ഷാബു പ്രസാദ്? ഞാനൊരു 3-4 സംഘത്തിന്റെ പേരങ്ങ് പറയട്ടെ. വെങ്ങാനൂർ സർവീസ് സഹകരണ സംഘം, അതിന്റെ നേതാക്കന്മാരാരാണ്? ഒരാളൊരു കോവളം സാജൻ, BJPയുടെ സമുന്നത ജില്ലാ നേതാവാണ്. അങ്ങേക്കൊരു പക്ഷേ അറിയായിരിക്കും, എനിക്ക് വ്യക്തിപരമായി അറിയില്ല. 40 ദിവസക്കാലം സഹകരണ സംഘം നടത്തിയ തട്ടിപ്പിൽ ജയിലിലായിരുന്നു, ഇപ്പൊ പുറത്തിറങ്ങി. BJPയുടെ സംസ്ഥാന നേതാവ് വെങ്ങാനൂർ സതീഷ് കുമാർ ഇപ്പൊ സ്ഥലത്തില്ല, ഒളിവിലാണ്. എന്താ കേസ്? ആങ്കർ പരിശോധിക്കണം. 24 ന്യൂസിന്റെ തിരുവനന്തപുരത്തെ അവതാരക വാർത്താ സംഘത്തോടൊന്ന് പോയി പരിശോധിക്കാൻ പറയണം. കോടികൾ കട്ടുമുടിച്ച ഇതേപോലത്തെ ഒരു കേസിൽ ഈ സംഘത്തിലെ ഒരാൾ, ഒരു BJP നേതാവ് 40 ദിവസം ജയിലിൽ കിടന്നു, ഇപ്പൊ പുറത്തിറങ്ങി. മറ്റൊരു സംസ്ഥാന BJP നേതാവ് ഇപ്പൊ ഒളിവിലാണ്. അവർക്കില്ലാത്തൊരു അന്തസ്സ് ഈ ആത്മഹത്യ ചെയ്ത ആൾക്കുണ്ടായിരുന്നു. അത് ഞാൻ പറയും, ഇനി 1000 തവണ ആവർത്തിച്ച് പറയും. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി എന്തുകൊണ്ടാണ് പറഞ്ഞത്? സത്യസന്ധനായി ജീവിക്കാൻ ശ്രമിച്ചു, അധികാരത്തിലെ വലിയ സ്ഥാനമാനങ്ങൾ കൈയെത്തി പിടിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ഗതി വന്നു. പറഞ്ഞില്ലേ? ഞാനല്ലല്ലോ പറഞ്ഞത്, CPIM അല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് ആഹ്ലാദാരവം ഉണ്ടാകില്ലല്ലോ. അതോടൊപ്പം വഞ്ചിനാട് സർവീസ് സഹകരണ സംഘം എന്താ സംഭവിച്ചത്? അതിലെ ഏതെങ്കിലും ഒരു BJP നേതാവ് ആത്മഹത്യ ചെയ്തോ? കോടികളുടെ തട്ടിപ്പാണ്. തിരുവിതാംകൂർ സംഘം BJPയുടെ സംഘമാണ്, കോടികളുടെ തട്ടിപ്പാണ്. ഏതെങ്കിലും ഒരു BJP നേതാവ് ആത്മഹത്യ ചെയ്തോ? പൂന്തുറ ട്രാവൽ ആൻഡ് ടൂറിസം സംഘം BJPയുടെ സംഘമാണ്, കോടികളുടെ തട്ടിപ്പാണ്. സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നു. ഏതെങ്കിലും ഒരു BJP നേതാവ് ആത്മഹത്യ ചെയ്തോ? ഈ സംഘത്തിലുമൊക്കെ നേതാക്കന്മാരുണ്ടായിരുന്നു, ഈ സംഘത്തിലുമൊക്കെ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അവരൊക്കെ RSSകാരായിരുന്നു. അവരോടൊക്കെ നാട്ടുകാർ വന്ന് അവരുടെ പണം BJP നേതാക്കന്മാർ കട്ടുമുടിച്ചതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചോ? ഒരാളും മറുപടി പറഞ്ഞില്ലല്ലോ. ഒരു നിക്ഷേപകനും പണം തിരികെ കൊടുത്തില്ലല്ലോ. അവരൊക്കെ ജനങ്ങളുടെ പണം എടുത്ത് സ്വയം ഉപയോഗിച്ച് സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് ചെലവഴിച്ചിട്ടും അവർ ചോദിക്കുമ്പോൾ തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് BJPയുടെ കൊടിയും പിടിച്ച് തിരുവനന്തപുരത്തോട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത ആൾക്ക് അങ്ങനെ നടക്കാൻ കഴിയില്ലായിരുന്നു. അതിനെയാണ് ഞാൻ പരിമിതികളോടുകൂടെയെങ്കിലും അദ്ദേഹം സത്യസന്ധനും അന്തസ്സുള്ളയാളുമായിരുന്നു. കാരണം ഇങ്ങനെ കോടികൾ കട്ടുപിടിച്ച BJP നേതാക്കന്മാർ തിരുവനന്തപുരത്തൂടെ ജയിലിൽ പോയിട്ടും അല്ലാതെയും തെക്ക് വടക്ക് ജനങ്ങളെ പറ്റിച്ചിട്ട് നല്ല വസ്ത്രമെടുത്ത് BJPയുടെ കൊടി പിടിച്ച് നടക്കുമ്പോൾ അങ്ങനെ നടക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ആ നടക്കാൻ തയ്യാറാകാത്ത അദ്ദേഹത്തിന് ഈവുമാരെക്കാൾ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയണ്ടേ? അത് ഇവന്മാരെക്കാൾ സത്യസന്ധനായിരുന്നു എന്ന് ഞാൻ പറയണ്ടേ? അത് പറയുമ്പോൾ അങ്ങ് എന്നെ വ്യക്തിപരമായി വിമർശിച്ചാൽ കാര്യം പരിഹരിക്കപ്പെടുന്നതാണോ? അത് ഈ ചർച്ച കാണുന്ന ലോകമെമ്പാടുമുള്ള 24 ന്യൂസിന്റെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. ഈ സംഘത്തിൽപ്പെട്ട BJP നേതാക്കന്മാർ എന്തു ചെയ്തു? ജയിലിൽ കിടന്ന BJP നടപടിയെടുത്തോ? ഇല്ലല്ലോ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അല്ല ജെക്സി തോമസ്, ഇവിടെ ആ ആത്മഹത്യാ കുറിപ്പിന്റെ ഏറ്റവും ഒടുവിൽ ആ കുറിപ്പ് പൂർത്തിയാക്കി ഒരു വരി ചെലവിനുള്ള പണം വെച്ചിട്ടുണ്ട് എന്നൊറ്റ വരി പോരെ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി മനസ്സിലാക്കാൻ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ഞാൻ അത് എൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോലും സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഏതു നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അവർ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായി എൻ്റെ അനുഭവത്തിൽ CPIM ആണെങ്കിൽ ആ മരണാനന്തര ചടങ്ങുകളുടെ മുഴുവൻ ചെലവ് എടുക്കുക CPIM ആണ്. ഞങ്ങളുടെ അനുഭവം അതാണ്. BJPയിലും കോൺഗ്രസിലും ഒക്കെ അങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്ക് ഇഷ്ടവും. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ആത്മഹത്യ ചെയ്യേണ്ട വന്ന സംഘത്തിന്റെ പ്രസിഡന്റും BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഇദ്ദേഹം ആ കുറിപ്പിൽ എഴുതി വെക്കുകയാണ്. അതിന് പോലും ഒരു അരക്കാശ് ഈ സംഘപരിവാരത്തിന്റെ ഒരാളോട് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയും 2 പെൺമക്കളും ചോദിക്കാൻ പാടില്ല. ആ പണം ഞാൻ മാറ്റി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇത് ആർക്കുള്ള സന്ദേശമാണ്? ഇത് വായിക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷിക്കാൻ കഴിയുമോ? ഇത് വായിക്കുമ്പോൾ ആർക്കെങ്കിലും ആഹ്ലാദത്തോടുകൂടെ ദേ കണ്ടോ എന്ന് പറയാൻ കഴിയുമോ? നമ്മളെല്ലാവരും സത്യസന്ധമായി അത്തരം ഒരു ഘട്ടത്തിൽ ദുഃഖിക്കുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നു, രാഷ്ട്രീയം ഏതായാലും ആർദ്രതകളുള്ള ഏത് മനുഷ്യനും ഒരല്പം കണ്ണീരോടുകൂടെ അല്ലാതെ ഈ വാചകങ്ങളൊന്നും വായിച്ചു പോകാൻ കഴിയില്ല.
ആ വിഷമം മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെ ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഇതിൽ ആഹ്ലാദ ചിത്തരായി വന്നിരുന്നിട്ട് ആ ഹർഷാരവത്തോടു കൂടിയിട്ടല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ന്യായവാദം എന്താണ്? ഇതൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയൊരു നുണ അങ്ങ് ബോധപൂർവം പറഞ്ഞതാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ അത് നുണയല്ല, അങ്ങ് ബോധപൂർവം പറഞ്ഞതാണെങ്കിൽ അങ്ങ് തിരുത്തേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത് ആരാണ്? ബാങ്കിന്റെ സെക്രട്ടറി, നിക്ഷേപകനായ വെള്ളായണി സ്വദേശി ബാങ്കിൽ വന്ന് സംഘത്തിൽ വന്ന് ബഹളമുണ്ടാക്കിയപ്പോൾ ബാങ്കിന്റെ സെക്രട്ടറിയായ ഒരു വനിത വന്നിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. ഇങ്ങനൊരു നിക്ഷേപകൻ ബാങ്കിൽ വന്ന് ഞങ്ങളോട് കുഴപ്പമുണ്ടാക്കുന്നു. അദ്ദേഹത്തെ പോലീസ് വിളിച്ചു. നിക്ഷേപകനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സംഘത്തിൽ പോയി കുഴപ്പമുണ്ടാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി കുഴപ്പമുണ്ടാക്കാനേ ഇല്ല, എനിക്ക് എന്റെ പണം തിരിച്ചു തന്നാൽ മതി. ഇത് ഏതു സാധാരണക്കാരനും പറയില്ലേ? ആങ്കർ 1 ലക്ഷം രൂപ വേർപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയത് ഏതെങ്കിലും സംഘത്തിൽ കൊണ്ടുപോയിട്ടാൽ അതിന് പലിശയില്ല, അതിന് മുതലില്ല, അത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി ബഹളം ഉണ്ടാക്കില്ലേ? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ബഹളം ഉണ്ടാക്കുക? നിങ്ങൾ എത്രേ പറയുള്ളൂ? ആങ്കർ ആണെന്ന് ഞാനെല്ലാം പറയും, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ ആ പണം എനിക്ക് വേണ്ടേ? പരാതിക്കാരൻ പണം നഷ്ടപ്പെട്ട നിക്ഷേപകനല്ല, ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന ബാങ്കിന്റെ സെക്രട്ടറിയാ. ആഗസ്റ്റ് 14 എന്റെ ഓർമ്മ ശരിയെങ്കിൽ പരാതി കൊടുത്തത്. അപ്പൊ ഇത് ആർക്കും അറിയത്തില്ലേ? അതോ പോലീസ് സ്റ്റേഷനിലും ബാങ്ക് സെക്രട്ടറിയും നിക്ഷേപകർക്കും ഒക്കെ അറിഞ്ഞ കാര്യം BJP ആഭിമുഖ്യമുള്ളവർക്കും BJPക്കാർക്കും മാത്രം അറിയാത്ത ഒരു പ്രത്യേകതരം മറവി നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാധിച്ചിരുന്നോ? അതിന് തൊട്ടു മുമ്പ് സഹകരണ വകുപ്പിന്റെ നിയമപ്രകാരം സെക്ഷൻ 66 പ്രകാരം യൂണിറ്റ് ഇൻസ്പെക്ടർ വന്ന് അന്വേഷിച്ച് സഹകരണ ARന് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൊടുത്തു. എന്താ റിപ്പോർട്ടിലെ കണ്ടെത്തല്? 4 കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. റിപ്പോർട്ട് പ്രകാരം 14 കോടി രൂപയുടെ നഷ്ടം, അതോടൊപ്പം ശമ്പളം വർധനവും മറ്റു മുഖാന്തരം 1,18 ലക്ഷം രൂപയുടെ അനധികൃതമായ ഏർപ്പാട്, വകുപ്പ് അനുമതിയില്ലാതെ 12 കോടി രൂപയുടെ പരിപാടി, അതോടൊപ്പം ഈ C ക്ലാസ് സംഘം C ക്ലാസ് പദവി ഉപയോഗിച്ചുകൊണ്ട് 4 കോടിയിലധികം രൂപയുടെ വായ്പ. ഇതൊക്കെ സഹകരണ വകുപ്പ് അന്വേഷിച്ച് റിപ്പോർട്ടായിട്ട് യൂണിറ്റ് ഇൻസ്പെക്ടർ ARന് കൊടുത്തിട്ട് എത്ര മാസമായി? അത് മാത്രം BJP അറിഞ്ഞിട്ടില്ല. അത് നിക്ഷേപകർ അറിഞ്ഞു, അത് ബാങ്കിന്റെ ജീവനക്കാർ അറിഞ്ഞു, ബാങ്കിന്റെ ഭരണസമിതി അറിഞ്ഞു. പക്ഷേയോ നിഷ്കളങ്കരായ BJP ആഭിമുഖ്യമുള്ള നമ്മുടെ അസാധാരണ നിഷ്കളങ്കതയുള്ള നമ്മുടെ ബഹുമാനിയനായ ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ സംഘത്തിൽ കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നതാണ്, ചേർത്ത് പിടിക്കാതിരുന്നതാണ്. ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു കൈയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ തിരുവനാനിൽ ഇപ്പോഴും BJP നേതാവ് ഉണ്ടായിരുന്നേനെ. അജയ്ക്ക് പറഞ്ഞു പൂർത്തിയാക്കും. ഒറ്റക്കാരിയുടെ അതായത് ഇത് പറഞ്ഞു വന്ന് ഞാൻ അവസാനിപ്പിച്ചു. ഇത് പറഞ്ഞു വന്നപ്പോ ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാൻ വയനാട് ആത്മഹത്യകളെ കുറിച്ചൊക്കെ എണ്ണമറ്റ പേരുകൾ എനിക്ക് പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. 5 പേരുടെ പേര് പറയാലോ. ഇതിനേക്കാൾ ഭീകരവും ഭീകരവുമായിരുന്നില്ലേ ആ അദ്ദേഹത്തിന്റെ മരുമകൾ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്യേണ്ട വന്നിട്ടും ഇത് ഞങ്ങളുടെ കരുവന്നൂരിനെ പറ്റിയും അവിടെ ആത്മഹത്യ ചെയ്ത പാവപ്പെട്ട മനുഷ്യരെ പറ്റിയും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഹാഷ്മി ഒരുപാട് അങ്ങ് താങ്ങി കൊടുക്കുകയാണല്ലോ. ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത കരുവന്നൂർ എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. സഹകരണ സംഘങ്ങളെ പറ്റി പറയുന്ന കരുവന്നൂർ നമ്മൾ എത്ര ചർച്ച ചെയ്തു? താങ്കൾക്ക് അതൊന്ന് ഓർമ്മിപ്പിക്കാം. കരുവന്നൂർ എത്ര ചർച്ച ചെയ്തു നമ്മൾ? അല്ല, ചർച്ച ചെയ്തല്ല, എത്ര നമ്മൾ ചർച്ച ചെയ്തതാണ്? ഇവിടെ ഇരുന്ന് ഇത്രയും ഈ ആഴ്ച ചർച്ച ചെയ്തു, പോയ ആഴ്ച ചർച്ച ചെയ്തു. അതുകൊണ്ടൊന്ന് ഇവിടെ ഇരുന്ന് ഈ വർഷം ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഈ ഇമാതിരി ബഹളം ഉണ്ടാക്കുമ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ള ബാധ്യത ഹാഷ്മിക്കുണ്ട്, ഇല്ലെങ്കിൽ അത് എനിക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. വലിയ ആദർശധീരത. നമ്മളിവിടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി കണ്ടമാനം കൂടുതൽ കയറി അങ്ങ് ഞെളിയല്ലേ ജയിക്കെ? ഒരുപാട് ചർച്ച ചെയ്തതാണ് കാര്യങ്ങൾ പലതും. ഒരുപാട് ചർച്ച ചെയ്തതാണ്. CPM നിശിതമായ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള CPM നടക്കുന്ന സഹകരണ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഷാർവി രാജേഷ്, ഇവിടെ മരിച്ചുപോയ ഒരാൾക്ക് എഴുന്നേറ്റ് വന്ന് അവന് വേണ്ടി വാദിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്താണെന്നും ആരെ എപ്പോൾ എങ്ങനെ വേട്ടയാടിയെന്ന് പറയാൻ കഴിയില്ല. മരിച്ചുപോയവർക്ക് വേണ്ടി വാദിക്കേണ്ടവർ ജീവിച്ചിരിക്കേണ്ട നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ അന്വേഷണം ഉണ്ടാവണ്ടേ? എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെന്ന പരിശോധന ഉണ്ടാവണ്ടേ? അവസാനമായി ഫോണിൽ സംസാരിച്ചവരടക്കം നടത്തിയ അഭ്യർത്ഥന അടക്കം രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ട് അഭ്യർത്ഥന നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരണ്ടേ? തിരുമാനാനിൽ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ നീതി വേണ്ടേ? ശ്രീ RV രാജേഷ്, ജസ്റ്റിസ് ഫോർ അനിൽ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെയല്ല ശരിക്കുള്ള നീതി. തീർച്ചയായും വേണമെന്നാണ് അഭിപ്രായം. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ മര്യാദ ഇതിനകത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്ന ഈ നേതാക്കന്മാർ കാണിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമല്ലേ? ഇത്തരത്തിൽ ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന് മറ്റു നിക്കക്കളി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ആ ഒരു ആത്മഹത്യയെ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കുക, അതിലാദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, ആ രീതിയിലേക്ക് ഒരു പ്രസ്താവനകൾ നടത്തുക, ഇതൊക്കെ എത്ര മനുഷ്യത്വരഹിതമാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം.
ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ മരിച്ചു കിടക്കുമ്പോൾ പോലും അത്തരം കാര്യങ്ങളെ അതിനെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ശ്രീ തിരുമല അനിലിൻ്റെ മരണം എന്ന് പറയുന്നത് സ്വാഭാവിക മരണമല്ലല്ലോ, ഒരു അസ്വാഭാവിക മരണമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണ്ടേ? അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടി പറയുന്നുണ്ടോ? BJP എന്തുകൊണ്ടാണ് പറയാത്തത്? ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ പോലീസ് ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നില്ല. അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തെങ്കിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക കോൺഗ്രസിൻ്റെ ഒക്കെ രാഷ്ട്രീയ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിനെ. കാരണം എത്രയധികം ക്രൂരമായിട്ടാണ് EDയും പോലീസിനെയൊക്കെ ഉപയോഗിച്ച് BJPയുടെ ഭരണകൂടം ഇന്ന് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അല്ലെങ്കിൽ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ചെങ്കിലും ഒരു അന്വേഷണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റോ BJPയുടെ ജില്ലാ പ്രസിഡന്റോ ഈ ജില്ലയുടെ നേതാക്കന്മാരോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ അന്തരീക്ഷം നിൽക്കുകയാണ്. ആ സഹകരണ സംഘത്തിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, ആ പണം എങ്ങോട്ടേക്ക് പോയി, ആർക്കാണ് വായ്പ കൊടുത്തിട്ടുള്ളത്, ആ വായ്പ എടുത്തവർ BJP നേതാക്കന്മാരുണ്ടോ, BJP നേതാക്കന്മാർ വ്യാജ പേരുകളിൽ വായ്പ എടുത്തിട്ടുണ്ടോ, ഈ വായ്പ എടുത്ത പണം അല്ലെങ്കിൽ സംഘത്തിന്റെ പണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് BJPയുടെ പ്രവർത്തനത്തിന് വിനിയോഗിച്ചിട്ടുണ്ടോ, ആ പണം തിരികെ വന്നിട്ടില്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇവിടെ ഏറ്റവും അവസാനമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ അനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ കുടുംബത്തെ ഇതിൻ്റെ പേരിൽ ആരും ഒറ്റപ്പെടുത്തരുത് എന്നുള്ളൊരു അഭ്യർത്ഥന. അപ്പോൾ ആ കുടുംബത്തിനെങ്കിലും നീതി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ആ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുക്കട്ടെ. അതുപോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം ജയിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജയിക്ക് പറയുന്നത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ നൈതികതയെക്കുറിച്ച്, അദ്ദേഹം ഒരു ആർദ്രതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ജയിക്ക് നിങ്ങളുടെ പാർട്ടിയും ഇത് തന്നെ കാണിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ ജനപ്രതിനിധി അല്ല തിരുമല അല്ലെന്ന് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ആര്യനാട് പഞ്ചായത്തിൽ ഒരു വനിതാ പഞ്ചായത്ത് അംഗം, കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം ശ്രീജ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്ത്? അവർക്ക് വ്യക്തിപരമായ ചില കടങ്ങളുണ്ടായിരുന്നു. ആ കടം വീട്ടാനുള്ള അവർക്കെതിരെ പോലീസ് ഒരു പരാതി പോലും ഇല്ല. പക്ഷേ അവിടെയുള്ള CPM നേതൃത്വം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പരസ്യമായി യോഗം വെച്ച് അവരെ അധിക്ഷേപിച്ച് അവർക്കെതിരായി ആ ആര്യനാട്ടിലെ കുറുവ സംഘം എന്നുള്ള രീതിയിൽ വ്യാപകമായി ബോർഡ് വെച്ച് അവരെ അധിക്ഷേപിച്ച് അവർ കരഞ്ഞ അതിനുള്ള പ്രതികളായിട്ടുള്ള ആളുകളെ അതിൽ പഞ്ചായത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? എന്തായാലും 6 കോടി ഞാൻ മനസ്സിലാക്കുന്നത് 11 കോടിയോളം ആസ്തി വകയുള്ള ബാങ്കാണെന്നാണ് എൻ്റെ അറിവ്, സബ്ജക്ട് കറക്ഷൻ. പക്ഷേ ആകെ 6 കോടിയുടെ ബാധ്യതയായിരുന്നു. BJP എന്ന രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ അതിന് പകുതിയെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്ന കാര്യത്തിൽ തർക്കമില്ല. ജീവിച്ചിരുന്നപ്പോൾ അത് ചെയ്തു കൊടുക്കാതെ ഉദകൾക്ക് ശേഷം ജസ്റ്റിസ് ഫോർ അനിൽ എന്ന് പറയുന്നത് എന്തിനാണ്? എൻകൗണ്ടർ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.